ഞാൻ നിങ്ങളോടിന്ന് ഒരു കഥ പറയാം. മഹാനായ യോഗി മാസ്റ്റർ CVV യെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. മാസ്റ്റർ CVV 1868 ആഗസ്റ്റ് മാസം 4-ാം തീയതി കുംഭകോണത്ത് ജനിച്ചു. 7-ാം വയസ്സിൽ അദ്ദേഹം ഉപനയനം നടത്തി പുരാണ ഇതിഹാസങ്ങളിൽ വ്യുൽപ്പത്തി നേടുകയും ചെയ്തു. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഇംഗ്ലീഷ്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ നന്നായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായി. ജീവിതാവസാനം വരെ അദ്ദേഹം അതിൽ അംഗമായിരുന്നു. മാഡം SP ബ്ലവാസ്കിയുടെ കൃതികൾ സാധാരണക്കാരന് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ 42-ാം വയസ്സിൽ ബ്രഹ്മജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചു. തനിക്ക് കിട്ടിയ അറിവുകൾ ഈ ലോകത്തിന് പകരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി ഒരു പ്രമുഖമായ ദിനപത്രത്തിൽ ഒരു പരസ്യം നൽകി. മരിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സമീപിക്കാമെന്ന്. യോഗവിദ്യ പഠിപ്പിക്കുന്നതിനായി അദ്ദേഹം ഒരു യോഗ സ്കൂൾ സ്ഥാപിക്കുകയും അവിടെ വരുന്നവർക്കെല്ലാം താമസവും ഭക്ഷണവും ഒരുക്കുകയും അവിടെ തന്നെ അദ്ദേഹം അവരെ യോഗാഭ്യാസങ്ങൾ ധ്യാനവും പഠിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ചിട്ടപ്പെടുത്തിയ ധ്യാനക്രമങ്ങളാണ് ശിഷ്യൻ്റെ ജ്ഞാനത്തിലേക്കുള്ള വഴി എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. എല്ലാ സുഖങ്ങളും നിന്നും ഒഴിഞ്ഞു മാറിയുള്ള ജീവിതാനുഭവങ്ങളല്ല, മറിച്ച് എല്ലായിടങ്ങളിലും ഇടപെട്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ട് വേണം ആത്മീയനാകാൻ. ഒരു പരാന്നഭോജിയായി മാറി എല്ലാ ആൾക്കാരെയും ആശ്രയിക്കാതെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി എല്ലാവരെയും സഹായിക്കുന്നയാളാകണം. തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി അല്ല ആത്മീയനാവേണ്ടത്. വെളിച്ചത്തിലേക്ക് ആഴ്ന്നിറങ്ങി സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും മറ്റുള്ളവരെ ഉത്തരവാദിത്വം സ്വയം വഹിക്കുകയും ചെയ്യുന്നതിലാണ് ശിഷ്യത്വം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്.